നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാവർക്കും ആദ്യമായിട്ട് ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഇന്നലെ യു.എസിൽ നിന്ന് അവിടുത്തെ കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ വരാനുണ്ടായിരുന്നു. 2 ഇയർ ഹൈ ആയിട്ടുള്ളൊരു ഡേറ്റയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് യു.എസ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു ആശ്വാസം നൽകുന്ന ഒന്നാണ്. യൂറോ സോണിലെയും ജർമ്മനിയിലെയും GDP ഡേറ്റ വന്നു, ഫ്ലാറ്റാണ്, അതായത് നെഗറ്റീവ് അല്ല. തുടർച്ചയായിട്ട് 3 തവണ നെഗറ്റീവ് ആണെങ്കിൽ കൺട്രി തന്നെ ഒരു റിസഷനിലേക്ക് പോയേനെ. അപ്പോൾ ആ ഒരു പ്രശ്നവും ഈ യൂറോപ്യൻ മാർക്കറ്റിൽ നിന്ന് അത് ഒഴിവായി കിട്ടിയെന്നുള്ളത് യൂറോപ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചും ഒരു ആശ്വാസമാണ്. ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ കാത്തിരിക്കുന്നത് യു.എസിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനം ഈ വരുന്ന വ്യാഴാഴ്ചയാണുള്ളത്. ഇന്ത്യയുടെ യൂണിയൻ ബഡ്ജറ്റും ഈ വരുന്ന വ്യാഴാഴ്ചയാണുള്ളത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റാണ്. ഈവൻ നിഫ്റ്റിയും ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് എന്നുള്ളതാണ് നമുക്ക് പൊതുവേ കാണുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ ഡീപ്പായിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് FISൻ്റെ ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ FIS കഴിഞ്ഞ 7 ദിവസത്തെ സെല്ലിന് ശേഷം മിനിഞ്ഞാന്ന് ആദ്യമായിട്ടൊരു 100 കോടി രൂപയുടെ ഒരു ബൈയിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു FIS ബൈയിങ് മോഡിലേക്ക് തിരിച്ചെത്തിയെന്ന്. എന്നാൽ അതല്ല. FIS വീണ്ടും ഇന്നലെ 1970 കോടി രൂപക്ക് സെല്ല് നടത്തി. DIS 1000 കോടി രൂപ ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴേന്ന് നോക്കാം. US വിക്സ് ഇന്നലെ കാര്യമായിട്ട് സ്പൈക്കൊന്നും ആയിട്ടില്ല, 12. നാസ്ഡാക്ക് ഇന്നലെ റെഡിലടച്ചു. ഡോ എന്നാൽ ഗ്രീനിലടച്ചു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് നമുക്കറിയാം 16 എത്തി നിൽക്കുകയാണ്. ബിറ്റ്കോയിൻ 42,897. MOX റഷ്യൻ മാർക്കറ്റ് ഗ്രീനിലടച്ചു. അതിന് മുകളിലുള്ള ജർമ്മൻ UK ഫ്രാൻസ് മാർക്കറ്റ് ഗ്രീനിലടച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ജപ്പാൻ മാർക്കറ്റ് മുതൽ കൊറിയ, ഷാങ്ഹായ്, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ ഫ്ലാറ്റാണ്. ഇതിൽ ഷാങ്ഹായ്, ചൈന കാണാം 2% ഇടിവുണ്ട്. അവിടുത്തെ എവർഗ്രാൻഡ് എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനി 20% ഡൗണൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $2036 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ, അതായത് ADR സ്റ്റോക്കുകൾ, എസ്പെഷ്യലി ADR സ്റ്റോക്കുകളിൽ ഉണ്ടാക്കുന്ന ഫോളാണ് നമുക്ക് വളരെയധികം കീനായിട്ട് ഈ ഒരു അവസരത്തിലൊക്കെ വാച്ച് ചെയ്യേണ്ടത്. HDFCയുടെ ഫോളും ഒരു ദിവസം ഇൻഫോസിസിൻ്റെ ഫോളും മറ്റൊരു ദിവസം വിപ്രോയുടെ ഫോളെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇന്നലെ നമ്മൾ വളരെ കാലം മുതലാണ് അതുകൊണ്ട് തന്നെ ഈ ADR സ്റ്റോക്കുകൾ ഫോക്കസ് ചെയ്യുന്നത്. ഇന്നലെ റിലയൻസ് GDRൽ ഒരു 1.87% ഫോളായി. ഇൻഫോസിസും വിപ്രോയും ഒരു 1% ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത് ഒഴിച്ച് നിർത്തിക്കാനാൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ADRലോ GDRലോ ഇല്ല. US ടെക്നോളജി കമ്പനീസ് പൊതുവെ ഒരു ബെയറിഷ്നെസ് ആണ് ഉണ്ടായിരുന്നത്. ഡോയാണ് അപ്പായിട്ടുള്ളത്. നാസ്ഡാക്ക് 100 പോയിൻ്റ് ഇടിഞ്ഞിരുന്നു. എന്നാൽ സ്വാഭാവികമായിട്ട് കണ്ട ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ് ആമസോൺ മുതൽ നെറ്റ്ഫ്ലിക്സ് വരെയുള്ള കമ്പനീസിലുള്ളത്. ഹെവി പ്രോഫിറ്റ് ബുക്കിങ്ങോ സെൽ ഓഫോ ഒന്നുമില്ല. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റിൽ ഇപ്പോൾ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് നോക്കുന്നത്. ഡോട്ടഡ് ലൈൻ നിഫ്റ്റിയുടെ സ്പോട്ട്. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്, നമുക്കത് പരിശോധിക്കാം. അതിന് മുമ്പ് നിഫ്റ്റി 21,700, 800, 21,900, 22,000 മേജർ റെസിസ്റ്റൻസ് സോൺ, 0.8 PCR. സപ്പോർട്ട് സോൺ 21,000 ആണ് ഏറ്റവും വലിയ തോതിലുള്ളൊരു സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിക്കുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഇന്നാണ്. 0.7 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ PCR ഉള്ളത്. കോള് ഷോർട്ട് ചെയ്യുന്നത് കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 45,500 ആണ് മേജർ റെസിസ്റ്റൻസ് സോൺ. 46,000 കൂടാതെ തന്നെ 46,500 മേജർ റെസിസ്റ്റൻസ് സോണാണ്. സപ്പോർട്ടായിട്ട് 45,000, 44,500, 44,000 തുടങ്ങിയ റേഞ്ചുകളെല്ലാം തന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മളുടെ മാർക്കറ്റിൽ ഉള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഇന്ന് റിസൾട്ടുകൾ വരുന്ന കമ്പനീസ് നോക്കാം. മാരുതിയുടെ റിസൾട്ട് വരുന്നുണ്ട്. സൺഫാർമ, ശ്രീ സിമൻറ്റ്, അംബുജ സിമൻറ്റ്, ബാങ്ക് ഓഫ് ബറോഡ, ഡാബർ, അമരരാജ ബാറ്ററി, അദാനി വിൽമർ, ബാലാജി എമിനീസ്, ഡിക്സൺ ടെക്, ഫിനോ പേയ്മെൻറ്റ് ബാങ്ക്, JMR എയർപോർട്ട്, ഗോദ്രേജ് കൺസ്യൂമർ, IRB ഇൻഫ്ര, ജിൻഡാൽ സ്റ്റീൽ, ജുവലൻ ഫുഡ് വർക്ക്, ജ്യോതി ലാബ്, കല്യാൺ ജ്വല്ലേഴ്സ്, മാൻകൈൻഡ് ഫാർമ, PVR ഇനോക്സ്, സിസിലോൺ എനർജി തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ടുകൾ ഇന്ന് വരുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റിലുള്ള
സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. L&T കമ്പനി രാജ്യത്തിലെ ഏറ്റവും വലിയ സിവിൽ കൺസ്ട്രക്ഷൻ നടത്തുന്ന കമ്പനിയാണ് L&T. L&Tയുടെ നെറ്റ് പ്രോഫിറ്റ് 15% ഉയർന്ന് 2,947 കോടി രൂപ L&T കരസ്ഥമാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് PB ഫിൻടെക് കമ്പനിയുടെ റിസൾട്ടാണ്. പോളിസി ബസാറിൻ്റെ പ്രൊമോട്ടേഴ്സാണ്. പോളിസി ബസാർ എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ്, വണ്ടികളുടെ എല്ലാം തന്നെ ഇൻഷുറൻസ്, മറ്റുള്ള ഇൻഷുറൻസ് എല്ലാം തന്നെ ഓൺലൈനിലൊക്കെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് പോളിസി ബസാർ. പോളിസി ബസാറിൻ്റെ റിസൾട്ട് വന്നപ്പോൾ കമ്പനി 37 കോടി രൂപ പ്രോഫിറ്റാണ്. കഴിഞ്ഞ തവണ 87 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനിയാണ്. TCS രാജ്യത്തിലെ ഏറ്റവും വലിയ IT കമ്പനിയായിട്ടുള്ള TCS UK-യിലുള്ള അവൈവ എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ഒരു ലോങ് ടൈം ബിസിനസ് എഗ്രിമെൻറ്റ്, 15 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് ടൈം ബിസിനസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ഡോക്ടർ റെഡ്ഡി റിസൾട്ട് വന്നപ്പോൾ 10% നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 1,378 കോടി രൂപ കരസ്ഥമാക്കി. വോൾട്ടാസ് കമ്പനി നെറ്റ് ലോസാണുള്ളത് 27 കോടി രൂപ. എന്നാൽ കഴിഞ്ഞ ഇയറിൽ ഇതേ തവണ 110 കോടി രൂപയുടെ ലോസ് ഉണ്ടാക്കി. ഈ തവണ 110 കോടി രൂപയിൽ നിന്ന് 27 കോടി രൂപയിലേക്ക് ലോസ് കുറച്ചു. നോവ അഗ്രിടെക് കമ്പനി സോയിൽ ഹെൽത്ത്, ക്രോപ്പ് പ്രൊട്ടക്ഷൻ, കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനിയാണ് നോവ അഗ്രിടെക്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ഇവർ ലിസ്റ്റ് ചെയ്യുകയാണ്. സ്റ്റോക്കിൻ്റെ ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്നത് 41 രൂപയായിരുന്നു. അപ്പോൾ ഇന്ന് ലിസ്റ്റ് ചെയ്യും. കൊച്ചിൻ ഷിപ്പ്യാർഡ് നെറ്റ് പ്രോഫിറ്റ് 248 കോടി രൂപ. കഴിഞ്ഞ തവണ 118 കോടി രൂപയായിരുന്നു പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. പ്രോഫിറ്റ് ഉയർത്തി. ഡിവിഡൻഡ് കമ്പനി പ്രഖ്യാപിച്ചു 3 രൂപ 50 പൈസ പെർ ഷെയർ. NTPC കമ്പനി മഹാരാഷ്ട്രയിൽ 80,000 കോടി രൂപ മുടക്കി അവരുടെ പുതിയ ബിസിനസ് പുതിയ പ്ലാന്റ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. ഗ്ലെൻമാർക്ക് ഫാർമ US ബേസ്ഡ് ആയിട്ടുള്ള ഇസ്നോസ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് അവർ പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. പാരാസ് ഡിഫൻസ് എന്ന് പറയുന്ന ഡിഫൻസ് സെക്ടറിലുള്ള ഒരു കമ്പനി ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ബിസിനസ്സുകൾ ചെയ്യാനായിട്ട് ആരംഭിച്ചു. കീനസ് ടെക്നോളജി കമ്പനി മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ആരതി ഡ്രഗ് കമ്പനി മഹാരാഷ്ട്രയിലുള്ള അവരുടെ പ്ലാന്റിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചു എന്നുള്ളതാണ് ഈ ഒരു മൊമെൻറ്റിലുള്ള ന്യൂസുകൾ. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്. താങ്ക് യു. ബൈ ഓൾ.